അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു ദിക്റാണ്. നമുക്കെല്ലാവർക്കും പല ആവശ്യങ്ങളുമുണ്ട്. 1, 2, 3, 4 ആവശ്യങ്ങളല്ല, ഒരുപാട് മുറാദുകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പം പല ആളുകളും പലതും ചെയ്തിട്ടും ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയാകുന്നില്ല. നിസ്കാരശേഷം ദുആ ചെയ്യും, അതുപോലെ സദഖ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യും, ഖുർആൻ ഓതി ദുആ ചെയ്യും, സങ്കടപ്പെട്ട് ദുആ ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ ദുആ ചെയ്തിട്ടും പല ദിക്ർ ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടും ചില ആളുകളുടെയൊക്കെ മുറാദ് പെട്ടെന്ന് ഹാസിലാകും, ചില ആളുകളുടെ ഹാസിലാകില്ല. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ക്ലിയറാക്കണം, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചെറുതാവട്ടെ വലുതാവട്ടെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുള്ളൂ. അപ്പോൾ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നമ്മൾ മാറി നിന്നുകൊണ്ട് ഞാനീ പറയുന്ന ദിക്ർ നിങ്ങൾ ഓതുകയും എഴുതുകയും ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. മിനൽ അബ്ദിൽ ദലീലി ഇലാ റബ്ബിൽ ജലീലി. ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഇതാണ് ദിക്ർ. ഈ ദിക്ർ നിങ്ങൾ ഒരു ദിവസം 101 പ്രാവശ്യം വെച്ച് 21 ദിവസം ഇതിനെ ഓതണം. 101 പ്രാവശ്യം വെച്ച് 21 ദിവസം ഓതണം. ഒരു ദിവസം 101, അങ്ങനെ 21 ദിവസം. കൂടുതലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ആവശ്യം നിറവേറിയിട്ടില്ല എങ്കിൽ പിന്നീട് വീണ്ടും എന്താക്കുക, ഇതിനെ ഓതിക്കൊണ്ടേ ഇരിക്കുക. ഓതി കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നാൽ വളരെ നന്നാകും. തെറ്റ് ചെയ്യുന്നവരല്ല എങ്കിലും ചെറിയ മനുഷ്യരാണല്ലോ, ചെറിയ തെറ്റുകൾക്ക് വന്നു പോകും. അതിനൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മൾ മടങ്ങുക. അള്ളാഹു അങ്ങനെ നമ്മുടെ തൗബയും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്നിട്ട് 7 ദിവസം ഇതിനെ എഴുതണം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് 7 ദിവസം ഓരോ ദിവസവും ഇതിനെ എഴുതണം. ഒരു ദിവസം ഇതിനെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അത് മടക്കിയിട്ട് നമ്മളെ ഉദ്ദേശത്തോടുകൂടി നല്ല ഒഴുകുന്ന ശുദ്ധമായ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കുക. അങ്ങനെ 7 ദിവസം ഇത് എഴുതി ഉദ്ദേശം മനസ്സിൽ വെച്ച് ഒഴുക്കണം. എവിടെയെങ്കിലും ഒഴുക്കാൻ പറ്റില്ല, ശുദ്ധമായ നല്ല വെള്ളത്തിൽ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വേണം ഇതിനെ ഒഴുക്കാൻ. 7 ദിവസം ഒഴുക്കുകയും അതോടുകൂടി 21 ദിവസം ഇത് ചൊല്ലുകയും ചെയ്ത് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അങ്ങനെയാകുമ്പം നമ്മുടെ മുറാദുകൾ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റിത്തരും. ഇനി ഉദ്ദേശങ്ങൾ നിറവേറുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. നമ്മൾ കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കുക എല്ലാ രീതിയിലും. അപ്പോൾ അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരും. സങ്കടപ്പെട്ട് നല്ല ദിവസവും നല്ല സമയങ്ങളും നോക്കി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയും നമ്മളെയും ഒക്കെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ